ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്. ഇനി സെറ്റിന് മാത്രമല്ല, നമ്മൾ എഴുതാൻ പോകുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ഉറപ്പുള്ള ഒരു ഏരിയയാണ് നമ്മളുടെ 2027 സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, അതിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് സെൻസസ്? എന്താണ് ശരിക്കും സെൻസസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ദ സെൻസസ് ഈസ് ദ ഒഫീഷ്യൽ കൗണ്ട് ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ റെക്കോർഡിംഗ് ഡേറ്റ സച്ച് ആസ് ഏജ്, ജെൻഡർ, ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ, റിലീജിയൻ ആൻഡ് മോർ. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒഫീഷ്യലായിട്ടുള്ള കണക്കെടുപ്പ് അല്ലെങ്കിൽ ഔദ്യോഗിക കണക്കെടുപ്പാണ് സെൻസസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രായം, ലിംഗഭേദം, ഭാഷ, വിദ്യാഭ്യാസം, തൊഴിൽ, മതം ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് നടത്തുന്നത്. അവസാനം നടന്നത് 2011 നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ ഇന്ത്യയിൽ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ദെൻ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ നമ്മളിവിടെ പ്രത്യേകം ഓർത്തു വെക്കണം. 1948 സെൻസസ് ആക്ട് പാസ്സാക്കുന്നത് ആ സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന 1948 സെൻസസ് നിയമം പാസ്സാക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള നമ്മളുടെ ഈ പറയുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ എല്ലാം ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സെൻസസ് ആക്ട് 1948 ആണ്. ഓക്കെ, ദെൻ ഇനി മറ്റൊരു പേര് ശ്രീ സി രാജഗോപാലാചാര്യ. അതായത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ സെൻസസ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് 1951 ആ സമയത്ത് നമുക്കറിയാം നമ്മളുടെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ശ്രീ രാജഗോപാലാചാര്യാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. അതായത് നമ്മളുടെ സെൻസസ് ആക്ട് 1948 പാസ്സാക്കുന്ന സമയത്ത് നമ്മളുടെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമ്മൾ ആദ്യമായിട്ട് സെൻസസ് നടപ്പിലാക്കുന്ന 1951 ആ സമയത്ത് ആരാണ് ഹോം മിനിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോവരുത്, അത് ശ്രീ സി രാജഗോപാലാചാര്യാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. പിന്നെ ദെൻ ഇനി കറന്റ്ലി ആരായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട 2026-27 നമ്മളുടെ ഈ ഒരു സെൻസസിന് പുറകിൽ ആരാണ്, ഏത് ഹോം മിനിസ്റ്റർ ആണ്? നമുക്കറിയാം, മിസ്റ്റർ അമിത് ഷാ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ദെൻ ഈ ഒരു സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? നമ്മൾ 3 ലിസ്റ്റും വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ദെൻ അതിൽ ഏത് ലിസ്റ്റിലാണ്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പവറും ഉള്ളത്. ദെൻ ആർട്ടിക്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ മറക്കണ്ട, 246 ആണ്. ഇനി അതേത് ഷെഡ്യൂളിലാണ് വരുന്നത്? 7ാമത്തെ ഷെഡ്യൂളിലാണ് വരുന്നത്. നമ്മൾ കണ്ടു നമ്മളുടെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇനി ഓർത്തു വെക്കാം, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആരാണ്, അല്ലെങ്കിൽ ഈ 2026-27 നമ്മളുടെ സെൻസസിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പേര് മറക്കാതെ ഓർത്തു വെക്കുക, ശ്രീ മൃദഞ്ജയ് കുമാർ നാരായണനാണ്. മൃദഞ്ജയ് കുമാർ നാരായണനാണ് ഇപ്പോഴത്തെ കറന്റ്ലി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ഒരു സെൻസസ് ഒക്കെ എങ്ങനെ ഇവിടെ വരെ എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്കൊന്ന് അതിന്റെ ഒരു നാഴികക്കല്ലുകൾ ഒന്ന് നോക്കിപ്പോകാം. ദെൻ നമുക്കറിയാം, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് മൗര്യ, മുഗൾ ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ പോപ്പുലേഷൻ കൗണ്ടുകൾ നടക്കുന്നുണ്ട്. ദെൻ ഒന്നും കൂടെ ഒരു വൃത്തിയായിട്ടൊരു എന്താണ് പോപ്പുലേഷൻ കൗണ്ട് നടക്കുന്നത് 1924 ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു പോപ്പുലേഷൻ കൗണ്ട് അലഹബാദിൽ 1824. ദെൻ അതിനുശേഷം 1830 ഹെൻറി വാൾട്ടർ ഡാക്ക എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ സെൻസസ് നടപ്പിലാക്കുന്നുണ്ട്. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്ന പേരിൽ വിളിക്കുന്നത്. ദെൻ 1872 വരുമ്പോഴത്തേന് ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ് വൈസ്രോയി ലോർഡ് മായയുടെ നേതൃത്വത്തിൽ ഓർത്തു വെക്കാം. ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ് നടക്കുന്ന 1872 1881 ആദ്യത്തെ സിങ്ക്രണസ് ഓൾ ഇന്ത്യ സെൻസസ് ഫെബ്രുവരി 17 ലോർഡ് റിപ്പന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അന്നത്തെ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് WC പ്ലോഡൻ ആയിരുന്നു. WC പ്ലോഡൻ നമുക്കറിയാം, നമ്മളുടെ ഈ പറയുന്ന സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സെൻസസ് കമ്മീഷണറാണ്. അപ്പം അന്ന് 1881 ലോർഡ് റിപ്പന്റെ നേതൃത്വത്തിൽ ഇത് നടക്കുമ്പോൾ അവിടുത്തെ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് WC പ്ലോഡൻ ആയിരുന്നു.
ദെൻ 1921 ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് ഇൻ ഓൺലി സെൻസസ് വിത്ത് നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ച ഒരേ ഒരു സെൻസസ് എന്ന് പറയുന്നത് 1921 ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സ്പാനിഷ് ഫ്ലൂവും ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമം ഒക്കെ ആയിരുന്നു കാരണം. നെഗറ്റീവ് ഗ്രോത്ത് ആണ് അത് കാണിച്ചിരുന്നത്. ദെൻ 1931 ഏറ്റവും അവസാനമായിട്ട് ഈ പറയുന്ന ജാതി സെൻസസ്, അതായത് സമുദായങ്ങളുടെയും പൂർണ്ണ ജാതി കണക്കെടുപ്പ് നടത്തിയ അവസാനത്തെ സെൻസസ് എന്താണെന്ന് വെച്ചാൽ 1931 ആണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടു തന്നെയാണ്, എങ്കിലും ഇദ്ദേഹത്തെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഓർപ്പിക്കാം. ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് ഹെൻറി വാൾട്ടർ ആണ്. അദ്ദേഹം ഡെക്ക എന്ന് പറയുന്ന സിറ്റിയിൽ 1830 നടന്ന സെൻസസിന് മുന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഈ പറയുന്ന ഹെൻറി വാൾട്ടർ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി നമ്മൾ ഓർത്തു വെക്കാൻ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യക്കാരൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എങ്കിലും ഓർത്തു വെക്കാം. അതായത് 1951 ഫെബ്രുവരി 9 അതാണ് നമ്മുടെ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നാണ്. ദെൻ അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. കാരണം ഈ ഒരു സെൻസസ് നടക്കുന്നത് ഇദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 പാസ്സാക്കുകയും അതിനെ തുടർന്നാണ് 1951 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ സി രാജഗോപാൽ ആചാര്യയും കൂടെ ഓർത്തു വെക്കുക. അദ്ദേഹമാണ് ഹോം മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പലപ്പോഴും കണ്ടുപോയിട്ടൊരു വേർഡാണ് ഇപ്പം നോൺ സിംഗ്രണസ് ആൻഡ് സിംഗ്രണസ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ നോൺ സിംഗ്രണസും സിംഗ്രണസും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം നോൺ സിംഗ്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളൊരു സെൻസസ് എടുക്കുന്ന സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്ത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഡേറ്റ ഇങ്ങനെ പല സമയത്ത് പല തീയതികളിൽ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയോ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യും, എത്രയോ ആളുകൾ മരിച്ചു പോകും, എത്രയോ ആളുകൾ ജനിക്കും. അപ്പോൾ ഒരു ഡേറ്റയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരും. പക്ഷേ സിംഗ്രണസ് സെൻസസ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ കൺട്രിയിലും ഒരു സെയിം ടൈം റെഫറൻസ് വെക്കും. അതിനുള്ളിലായിരിക്കും എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ നല്ല കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഈ 72 നടന്ന നമ്മുടെ ആ ഒരു സെൻസസ് ഡേറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് നോൺ സിംഗ്രണസ് സെൻസസ് ആണ്. 81 ആദ്യമായിട്ട് ഒരു സിംഗ്രണസ് സെൻസസ്, അതായത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം റെഫറൻസ് വെച്ച് നടക്കുന്നത് 1881 നമ്മളുടെ സെൻസസ് ആണ്. 1881 അതായത് ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് കംപ്ലീറ്റ് സെൻസസ് ഓഫ് ഇന്ത്യ. ദെൻ 31 നമ്മൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് സോഷ്യോ എക്കണോമിക് സെൻസസ്, അതായത് കാസ്റ്റ് സർവേ ഒക്കെ നടന്നത് ഈ പറഞ്ഞ 31 48 സെൻസസ് ആക്ട് ഇനാക്ട് ചെയ്ത വർഷം മറക്കണ്ട. ദെൻ അടുത്തത് 51 ഓർത്തു വെക്കുക. 51 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ്. 2011 ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സെൻസസ് എന്ന് വെച്ചാൽ 2011 നമ്മളുടെ 7ാമത്തെ സെൻസസ് ഇൻഡിപെൻഡന്റിന് ശേഷം. 2027 ഫുള്ളി ഡിജിറ്റൽ സെൻസസ് എന്നറിയപ്പെടുന്നത് 8ാമത്തെ സെൻസസ്. ഇനി ഓർത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസസ് നടക്കുന്ന 2 ഫേസുകളായിട്ടാണ് നടക്കുന്നത്. സെൻസസ് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1 ശരിക്കും ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു സെപ്റ്റംബർ. ദെൻ ഈ ഒരു ഏപ്രിൽ ടു സെപ്റ്റംബർ ഫേസ് 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കയറുവാണ്. അതിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 2007 വരെയാണ് സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ ഫേസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ ശരിക്കും നമ്മളുടെ വീടുകളൊക്കെ ലിസ്റ്റ് ചെയ്യുക, ദെൻ ഹൗസ് ഹോൾഡ് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുക, ഇതാണ് നടക്കുന്നത്. എന്നാൽ പോപ്പുലേഷൻ കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എനിമിനേഷൻ നടക്കുന്നത് ശരിക്കും എവിടെയാണെന്ന് വെച്ചാൽ ഫേസ് 2 അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക നല്ലതായിരിക്കും. ഇനി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഫേസസ് നോക്കുകയാണെങ്കിൽ ഫേസ് 1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹൗസ് ലിസ്റ്റിങ്ങും ഹൗസിംഗ് സെൻസസും ആണ് ശരിക്കും അവിടെ നടക്കുന്നത്. എനിമറേറ്റേഴ്സ് നമ്മുടെ വീട്ടിൽ കൂടെ വന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിലും നമുക്ക് നൽകാനായിട്ട് പറ്റും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കാണും, പുറത്ത് വെക്കുക. എനിമറേറ്റേഴ്സ് വീട്ടിൽ വന്നിട്ട് നമ്മളുടെ വീടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ വീട്ടിലെ അമ്യൂണിറ്റീസ്, അസറ്റ്സ്, ഹൗസിംഗ് കണ്ടീഷൻസ് ഇതൊക്കെ നോക്കിയിട്ട് അവർ നമ്മളുടെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പീരീഡ് ഒന്നുകൂടെ ഓർത്ത് വെക്കുക. ഏപ്രിൽ 1, 2026 ടു സെപ്റ്റംബർ 30, 2026 വരെയാണ് ഫേസ് 1 പീരീഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫേസ് ആണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് അല്ലേ. അതായത് പോപ്പുലേഷൻ എനിമറേഷൻ ശരിക്കും നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് ഈ സെക്കൻഡ് ഫേസിലാണ്. അതേ സമയത്ത് തന്നെയാണ് ജാതി സെൻസസ് നടക്കുന്നത് അല്ലെങ്കിൽ ജാതി കണക്കിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നതും ഈ പറയുന്ന ഫേസ് 2 തന്നെയാണ്. അതുകൊണ്ട് ഫേസ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പോപ്പുലേഷൻ എനിമറേഷനും ജാതി സെൻസസും വരുന്ന എപ്പോഴാണ്? ഫേസ് 2 അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 2007 വരെയാണ്. ഇനി അതിനൊരു റെഫറൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ശരിക്കും നോർമലി ഒരു ഇത് പൂർത്തിയാക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് March 1, 2007 ആണ് ഫോർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രി. പക്ഷേ നമുക്കറിയാം മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് അവർക്ക് ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. October 1, 2006 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാസ്കോട്ട് ഫോർ സെൻസസ് 2007, അതായത് ഭാഗ്യചിഹ്നം എന്നൊക്കെ പറയല്ലേ. അപ്പം ഒന്ന് പ്രഗതി എന്ന് പറയുന്നത് ഫീമെയിൽ എന്യൂമറേറ്ററെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്.
ദെൻ വികാസ് എന്ന് പറഞ്ഞൊരു മെയിൽ എന്യൂമറേറ്റർ കൂടെ ഉണ്ട്. അതായത് സെൻസസിന്റെ ഒരു മാസ്കോട്ട് അല്ലെങ്കിൽ എന്താണ് മുഖങ്ങൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വികാസും പ്രഗതിയും ദെൻ അതുപോലെ തന്നെ വികാസ്, ഇത് രണ്ടുപേരും. അപ്പം വികാസ് എന്ന് പറയുന്നത് മെയിൽ എന്യൂമറേറ്റർ ആ ഒരു രൂപത്തിലും ദെൻ പ്രഗതി എന്ന് പറയുന്നത് ഫീമെയിൽ എന്യൂമറേറ്റർ ആയിട്ടും, ഇത് രണ്ടും മറക്കണ്ടായേ. ഇനി അതുപോലെ തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ട ഒരു കാര്യമാണ് 2027 സെൻസസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ലിവ് ഇൻ കപ്പിൾസിനെ നേരത്തെ നമ്മൾ മാരിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം അത് അവരൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ലിവ് ഇൻ കപ്പിൾസിനെ മാരിഡ് ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1931 നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് കാസ്റ്റ് സെൻസസ് നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നടന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് സെൻസസ് നടക്കുന്നുണ്ടെങ്കിലും കാസ്റ്റ് സെൻസസ് നടക്കുന്നില്ല. ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം ഇനി 2027 പിന്നീട് ഈ കാസ്റ്റ് സെൻസസ് നടക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകത ഇതിനുണ്ട്. ദെൻ ഇത് കൂടാതെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണിത്. നമുക്കറിയാം നേരത്തെ വന്ന് എന്യൂമറേറ്റേഴ്സ് വന്നിട്ട് ഇങ്ങനെ അത് എൻ്റർ ചെയ്യുന്നു, അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന ഒരു ഡിജിറ്റൽ ഫോമിലേക്കൊക്കെ ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനൊന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, ഓൺലൈൻ പോർട്ടൽ ഉണ്ട്. ദെൻ ഇതിലൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇത് ഡേറ്റ എൻ്റർ ചെയ്യാനായിട്ട് എന്യൂമറേറ്റർ ആണെങ്കിലും ഇനി നമുക്ക് സെൽഫായിട്ടാണെങ്കിലും ഡേറ്റ എൻറോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിനെ ഡേറ്റ അനലൈസ് ചെയ്യാനും വളരെ പെട്ടെന്ന് നമ്മുടെ പോപ്പുലേഷൻ സെൻസസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ദെൻ സിറ്റിസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിറ്റിസൺ ക്യാൻ സെൽഫ് എൻറോൾ ഓൺലൈൻ, അത് സെൽഫ് എന്യൂമറേഷൻ നടത്താനായിട്ട് പറ്റും. അതായത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അവരുടെ ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ 3 പ്രത്യേകതകളൂടിയാണ് നമ്മളുടെ ഈ ഒരു 2027 സെൻസസ് നടക്കുന്നത്. ഇനി നമ്മളിപ്പോൾ കണ്ട കാര്യത്തെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ് നമ്മൾ പറഞ്ഞു. മൊബൈൽ ആപ്പ് ഉണ്ട്, ഓൺലൈൻ പോർട്ടൽ ഉണ്ട്. ഓൺലൈൻ പോർട്ടൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നല്ലതാണ്. censusindia.government.in എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എന്യൂമറേറ്റേഴ്സിന് ഡേറ്റ കളക്ട് ചെയ്യാനും നമുക്ക് സെൽഫായിട്ട് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന പോർട്ടൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കാസ്റ്റ് ബേസ്ഡ് എന്യൂമറേഷൻ ആണ്. നമുക്കറിയാം നമ്മളുടെ ഇൻഡിപെൻഡൻസിന് ശേഷം 1931 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടക്കുന്നത് ഈ 2027 സെൽഫ് എന്യൂമറേഷൻ. അതായത് സിറ്റിസന് ഈ പറയുന്ന പോർട്ടലിൽ കയറിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഡേറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ ഒരു 3 പ്രത്യേകത മറക്കാതെ ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് നമ്മളുടെ സെൻസസ് 2027 അകത്ത് അതിനെ ഹെൽപ്പ് ചെയ്യാൻ 4 ഡിജിറ്റ് ടൂൾസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക് ക്രിയേറ്റ് HLBC, അതൊരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഇമേജസ് യൂസ് ചെയ്തിട്ട് ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്സ് പ്ലാൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് HLBC എന്ന് പറയുന്നത്. ഇനി HLO മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഓഫ്ലൈൻ ആയിട്ട് ഹൗസ് ലിസ്റ്റിംഗ് ഡേറ്റ ശേഖരിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് HLO മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയും. അടുത്തത് ഇതിപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന സെൻസസ് എടുക്കാൻ വരുന്നവരൊക്കെ ഈ പറയുന്ന HLO മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അവർക്ക് ഈസി ആയിട്ട് ഡേറ്റ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ട്. അതായത് നമുക്ക് സ്വയമായിട്ട് ഇപ്പം സർവേക്ക് മുന്നേ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് റിപ്പോർട്ടിംഗ് നടത്താനും അല്ലെങ്കിൽ ഡേറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോർട്ടലിൽ കയറിയിട്ട് നമുക്കത് ചെയ്യാം. ഇനി സെൻസസ് മാനേജ്മെന്റ് മോണിറ്ററിംഗ് സിസ്റ്റം, അതിന് ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെൻസസ് മാനേജ്മെന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടലും ഉണ്ട്. അങ്ങനെ 4 ഡിജിറ്റൽ ടൂൾസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന സെൻസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ജാതി 1931 കഴിഞ്ഞാൽ പിന്നെ ഈ ജാതി സെൻസസ് നടക്കുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് ഡേറ്റ കളക്ഷൻ നടക്കുന്നത് ശരിക്കും ഈ പറയുന്ന 2027 അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും? അപ്പം ശരിക്കും അവിടെ പറയുന്നത് ഇത് ഗവൺമെന്റിനെ റിസർവേഷൻ ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഈ റിസർവേഷൻ വേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കാനും ദെൻ ഈ റിസർവ്ഡ് കാറ്റഗറിക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യാനും ദെൻ സോഷ്യൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് തുടങ്ങാനുമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഹിസ്റ്റോറിക്കലായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഇനീക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്ത എന്നതാണ്. അല്ലെങ്കിൽ കാസ്റ്റിന്റെ ബേസിൽ ഏതെങ്കിലും രീതിയിലുള്ള നമ്മൾ അസമത്വങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് കാസ്റ്റ് ഡേറ്റ കളക്ഷനിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങ് വരുവാണെങ്കിൽ സെൻസസ് കേരളത്തിൽ എന്ന് മുതലാണ്? ജൂൺ 16 മുതൽ 30 വരെ ആയിരിക്കും. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ജൂൺ 16 മുതൽ ജൂൺ 30 വരെ ആയിരിക്കും നമ്മളുടെ കേരളത്തിൽ സെൻസസ് നടക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഇനി ഓർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്. അതിന്റെ കണക്കുകൾ ഔദ്യോഗികമായിട്ട് എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഒഫീഷ്യലി ഈ ഒരു പുതിയ സെൻസസിന്റെ ഡേറ്റാസ് പബ്ലിഷ് ചെയ്യുന്നത് 2027 മാർച്ച് 1 ആണ്. ഓർത്ത് വെക്കുക, 2027 മാർച്ച് 1. ഇനി നമുക്കിതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കണ്ടാലോ? അപ്പോൾ എന്തൊക്കെയാണ് ഒഫീഷ്യൽ നെയിം? അതായത് നമ്മുടെ സെൻസസിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ 2027 ആണ്. സെൻസസ് നമ്പർ അതായത് 1872 ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് 1872.
അപ്പോൾ വൈസ്രോയി ലോർഡ് മായ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ഇത് എത്രാമത്തെയാണ്? 16ാമത്തെ സെൻസസാണ്. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഓർത്തു വെച്ചോണം, ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് എത്രാമത്തെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? 8ാമത്തേതാണ്. 8ാമത്തെ സെൻസസ് ആണ്. ലാസ്റ്റ് സെൻസസ് നടന്നത് 2011 സാധാരണഗതിയിൽ 2021 അടുത്ത സെൻസസ് നടക്കേണ്ടതാണ്. പക്ഷെ 16 വർഷത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ സെൻസസിനിടയിൽ 2027 എത്തുമ്പോൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം COVID-19 പാൻഡമിക് ആണ് 2021 സെൻസസ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു സെൻസസിന് വേണ്ടി സെൻസസ് ഓഫ് ഇന്ത്യ 2027 അപ്രൂവൽ കിട്ടിയത് എന്താണ്? 2025 ഡിസംബർ 12 ഇനി അതിന് ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത് 11,718.24 crore rupees ആണ് ടോട്ടൽ ബജറ്റ്. നമ്മൾ പറഞ്ഞു 2 ഫേസ് ആണ്. ഫേസ് 1 April to September 2026 ആണ്. ഹൗസ് ലിസ്റ്റിംഗ് ആണ് ഇത് വരുന്നത്. ദെൻ ഫേസ് 2 നമ്മുടെ പോപ്പുലേഷൻ എനിമറേഷനും ദെൻ അതുപോലെ തന്നെ ജാതി സെൻസസ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ കാസ്റ്റ് സെൻസസ് ഒക്കെ വരുന്നത് February 2027 ആ ഒരു 2ാമത്തെ ഫേസിലാണ്. ദെൻ റെഫറൻസ് ഡേറ്റ്, ഇത് പൂർത്തിയാകുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ March 1, 2027. ദെൻ അതുപോലെ തന്നെ SC പോർട്ടൽ ഓർത്തു വെക്കുക. SC പോർട്ടൽ എന്ന് പറയുന്നത് sc.census.government.in എന്നുള്ളതാണ്. ഇനി ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഏകദേശം 30 ലക്ഷത്തോളം ആളുകളാണ്. ഇത് 16 ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളം ഉൾപ്പെടെ നമുക്ക് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഇതിങ്ങനെ ഉൾപ്പെടെ 16 ലാംഗ്വേജ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ രജിസ്റ്റർ ജനറൽ ആരാണ്? മൃദഞ്ജയ് കുമാർ നാരായണനാണ്. ദെൻ ഗവേണിംഗ് ആക്ട് നമ്മൾ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ ഹോം മിനിസ്റ്റർ ആയ സമയത്തുള്ള 1948 സെൻസസ് ആക്ട് തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ സെൻസസ് റൂൾ 1990. ദെൻ കാസ്റ്റ് ഡേറ്റ ഡിസിഷൻ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ എന്താണ് നമ്മളുടെ CCPA ചേർന്നിരുന്നു. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്. അപ്പോൾ അതിന്റെ ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമിതി ചേർന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ജനസംഖ്യ എന്താണ് നമ്മുടെ ജാതി സെൻസസ് എടുക്കണം എന്ന് തീരുമാനമായത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തുക. CCPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്, അതാണ് CCPA. അപ്പോൾ അത് നരേന്ദ്രമോദിയുടെ ഒരു എന്താ പറയുന്നത് അധ്യക്ഷതയിൽ ചേർന്ന് അവരാണ് ഈ പറയുന്ന ജാതി സെൻസസ് എടുക്കാമെന്ന് തീരുമാനമാക്കിയത്. എന്നാണ് ഡേറ്റ്? April 30, 2025. ഇനി ഇത് എവിടെയൊക്കെ കവർ ചെയ്യും? 36 സ്റ്റേറ്റ്സ്, UTS, ദെൻ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ്, 7092 സബ് ഡിസ്ട്രിക്ട്സ്, 6,39,902 വില്ലേജുകൾ കവർ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും ഈ പറയുന്ന നമ്മളുടെ സെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി പോകാം. ഒന്ന്, ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ വാസ് കണ്ടക്ട് ഇൻ ദ ഇയർ എന്നായിരുന്നു? 1872. മറക്കരുത്, ആദ്യത്തെ സെൻസസ് നടന്ന് 1872. The next one, who has been appointed as the brand ambassador of Census 2027 by the Government of India? നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹത്തിനെയാണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, the person who has been appointed as brand ambassador of Census 2027 famous for? അദ്ദേഹം സാൻഡ് ആർട്സിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സുദർശൻ പട്നായിക് അദ്ദേഹമാണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം ഫേമസ് ആണ് നമ്മുടെ സാൻഡ് ആർട്സിൽ. ദെൻ അദ്ദേഹത്തിന് 2014 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് സെൻസസ് 2011? 2011 മോട്ടോ എന്ന് പറഞ്ഞാൽ അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. ദെൻ അത് നമുക്കറിയാം 2011 സെൻസസ് എന്ന് പറഞ്ഞാൽ 15ാമത്തെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 15ാമത്തേതും ഇൻഡിപെൻഡൻസിന് ശേഷം 7ാമത്തേതായിരുന്നു. ആ സമയത്ത് ഹോം മിനിസ്റ്റർ P. ചിദംബരം ആയിരുന്നു. ദെൻ രജിസ്റ്റർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ എന്ന് പറയുന്നത് Dr. C. ചന്ദ്രമൗലി ആയിരുന്നു. അന്നത്തെ പോപ്പുലേഷൻ കണക്ക് 1.21 ബില്യൺ ആയിരുന്നു. Then next, which ministry is primarily responsible for conducting the census in India? മറന്നു പോകരുത്, അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അണ്ടറിലാണ് സെൻസസ് നടക്കുന്നത്. അപ്പോൾ സെൻസസ് നടക്കുന്നത് ഓർത്തു വെക്കുക ഏതിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ദെൻ അതിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അത് നേരിട്ട് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ജനറൽ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. ഇപ്പോഴത്തെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃദഞ്ജയ് കുമാർ നാരായണനാണ്. നെക്സ്റ്റ്, സെൻസസ് 2007 in India is proposed to the conducted primarily through which mode? ഏത് രീതിയിലാണ്? ഡിജിറ്റൽ ആൻഡ് സെൽഫ് എനുമറേഷൻ മോഡിലാണ് ഇത് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഓർക്കുക, ഡിജിറ്റൽ ആൻഡ് സെൽഫ് എനുമറേഷൻ മോഡ്. ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം സെറ്റിന്റെ ജനറൽ പേപ്പറിന് 100% വിജയം നൽകുന്ന ഒരു അക്കാഡമിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ഈ 2 മാസം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ നല്ലൊരു കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. വളരെ ചെറിയ ഒരു ക്രാഷ് കോഴ്സിലൂടെ പഠിക്കേണ്ട മുഴുവൻ ടോപ്പിക്സും ലൈവായിട്ട് നമ്മൾ എടുത്തു തരും. ദെൻ ആ ലൈവിന് ശേഷം അതിൻ്റെ റെക്കോർഡ് പ്ലസ് PPTയും അവൈലബിൾ ആണ്. അതും ഏറ്റവും ചെറിയൊരു ഫീസ്. അപ്പോൾ ഒറ്റ തവണ കൊണ്ട് നിങ്ങൾ സെറ്റ് പാസ്സാവണം, അതും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ ജോയിൻ ആവാം. കൂടുതൽ ഇൻഫർമേഷന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് ഫോർ വാച്ചിങ്.